ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. കൊച്ചമ്മണി രാജുവിനോട് പറയുക, ഞാൻ പിറന്നാൾ സമ്മാനം വാങ്ങിക്കാൻ മറന്നുപോയി, പോട്ടെ സാരമില്ല, അടുത്ത പിറന്നാളിന് ഞാൻ മേടിച്ചു തരാം. അത് കേട്ടിട്ട് പ്രിയ പറയുക, നിങ്ങൾ എൻ്റെ ആങ്ങളയ്ക്ക് പിറന്നാൾ സമ്മാനമൊന്നും കൊടുത്തില്ലെങ്കിലും സാരമില്ല, നിങ്ങൾ കളിയാക്കിയൊന്നും വേണ്ട, അവരുടെ ഒരു പിറന്നാൾ സമ്മാനം എന്നിങ്ങനെ പ്രിയ പറയുമ്പോൾ രാജു പറയാ, പോട്ടെ ചേച്ചി, അളിയൻ്റെ അമ്മ ഒരു തമാശ പറഞ്ഞതല്ലേ. മരുമോള് കുറച്ച് വിളയുന്നുണ്ട്, വേണ്ട എൻ്റെ കൈക്ക് പണിയുണ്ടാക്കി വെക്കരുത്. കൊച്ചമ്മണി അങ്ങനെ പറഞ്ഞപ്പോൾ വേണുവേട്ടൻ പറയാ, വേണ്ട എൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെ ഒന്നും വേണ്ട. പ്രിയേ, എവിടെടി നിൻ്റെ അമ്മ, എൻ്റെ 1 നമ്പർ ശത്രു? അമ്മ ആരോ കാണണമെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയിരിക്കുവാച്ച എന്നിങ്ങനെ പ്രിയ പറയുമ്പോൾ രാധമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. രാധമ്മ നോക്കുമ്പോൾ എല്ലാവരും വാതൊക്കെ തന്നെ നിൽക്കുവാണ്. നെറ്റിയിൽ ചന്ദനക്കുറിയും സിന്ദൂരം ഒക്കെ ഉണ്ട്. എന്ത് ചെയ്യും, ഇവരിനി കണ്ടുപിടിക്കുവോ ഞാൻ അമ്പലത്തിൽ പോയതാണെന്ന്? ശരി, എന്നും വരട്ടെ എന്ന് കരുതി രാധമ്മ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, ആർക്കാ എന്നെ കാണണമെന്നിപ്പോൾ ഇത്ര ആഗ്രഹം? പ്രിയ അപ്പോൾ പറയുക, അച്ഛനാണമ്മേ. അയ്യോ, എനിക്ക് കാണണ്ടായേ എന്ന് വേണുവേട്ടൻ പറയുവാണ്. അയ്യോ, അതിൻ്റെ പേരിൽ ഇനി ഇവിടെ ഒരു ഭൂകമ്പം വേണ്ട, ഞാനേ ഒരു ഫോർമാലിറ്റിക്ക് അങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ. ഓ പിന്നെ ഒരു ഫോർമാലിറ്റി. പെട്ടെന്ന് പ്രിയ ചോദിക്കുക, അമ്മേ പിറന്നാളായിട്ടെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് അമ്മയ്ക്ക് സംസാരിച്ചുകൂടെ രാജുവിനോട്? അത് കേട്ടിട്ട് രാധമ്മ പറയാം, എൻ്റെ കയ്യിൽ ഇപ്പം മര്യാദ വളരെ കുറവാ, സ്റ്റോക്ക് അങ്ങ് തീർന്നുപോയി. നിൻ്റെ കയ്യിൽ കുറച്ച് കൂടുതലുണ്ടെങ്കിലേ നീ അതങ്ങോട്ട് നിൻ്റെ ആങ്ങളയ്ക്ക് അങ്ങോട്ട് കൊടുക്കടി. രാധമ്മയുടെ ഈ വർത്തമാനം കേട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ മാറി നിൽക്കടി അങ്ങോട്ട് എന്നും പറഞ്ഞ് പ്രിയെ തള്ളിയിട്ട് രാധമ്മ അകത്തോട്ട് അങ്ങ് പോവാണ്. അത് കണ്ടോണ്ട് രാജു ചോദിക്കുന്നു, എന്താച്ചാ ഇതൊക്കെ? ദാണ്ടേ, ഞാൻ വെറും വാക്ക് പറയുമല്ല, ഈ രാധമ്മയ്ക്ക് വട്ടാണ്. വട്ടെന്ന് വെച്ചാൽ സാധാരണ വട്ടല്ല, വട്ടോടെ വട്ട് എന്ന് കൊച്ചമ്മളി പറയുക. ഞാൻ ഇതിന് പറ്റിയ നല്ലൊരു മരുന്ന് പറഞ്ഞുതരാം. ഈ പുതുക്കാംകുളങ്ങരയിൽ ഒരു നല്ലൊരു മനയുണ്ട്, വ്യത്യസ്തമായ ഒരു വളഞ്ഞ പുളിഞ്ഞ മന. എന്തുവാ ജയൻ്റെ അമ്മയെ പറയുന്നത്, വലിഞ്ഞ പുളിഞ്ഞ മനയോ? അങ്ങനെ ഒരു മനയുണ്ടോ എന്ന് വേണുവേട്ടൻ ചോദിക്കുമ്പോൾ കൊച്ചമ്മണി പറയുക, അതേ വെച്ചാ ആ മനയ്ക്ക് അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. ആ മനയിലെ തിരുമേനിമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞൊക്കെ ആയിരിക്കുന്നത്. അതിലൊരു മിടുക്കൻ നമ്പൂതിരി ഉണ്ട്, ശൂലപാല നമ്പൂതിരി. ആ നമ്പൂതിരിയുടെ അടുത്തോട്ട് നമ്മുടെ ഈ രാധമ്മ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. 42 ദിവസം നെല്ലിക്കാത്തളം വെക്കും. അങ്ങനെ രാധമ്മയുടെ ഈ അസുഖം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അത് കേട്ടിട്ട് വേണുവേട്ടൻ ചോദിക്കും, അല്ല നിങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു? അതേ അച്ഛാ, ഞാൻ പോയി ചികിത്സിച്ചിട്ടുണ്ട്. എനിക്ക് കൊച്ചമ്മയുടെ ഈ വിഡ്ഢിത്തരം കേട്ടിട്ട് രാജുവിന് ദേഷ്യം വന്നിട്ട് വയ്യ. രാജു പറയാ, എൻ്റെ അമ്മയ്ക്ക് നെല്ലിക്കാത്തളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അളിയൻ്റെ അമ്മ പറഞ്ഞാൽ മതി, ഞാൻ വേണമെങ്കിൽ ഊളംപാറയിലോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഹൃദയം കൂട്ടിക്കൊണ്ട് രാജു അകത്തോട്ട് പോവുകയാണ്. ഇവിടെ നിന്നാൽ ഈ തള്ളയോട് വഴക്കിടേണ്ടി വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണുവേട്ടനും അങ്ങ് പോവുകയാണ്. അപ്പോൾ ഉടനെ പ്രിയ കൊച്ചമ്മണിയോട് പറയാം, വേണ്ട, നിങ്ങൾ ഭരിക്കുന്നതൊക്കെ എന്നോട് മതി, എൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ വിവരം അറിയും. ദേഷ്യത്തോട് അങ്ങനെ പ്രിയ പറഞ്ഞിട്ട് ജയനെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകാൻ ഒരുങ്ങുവാണ്. അപ്പോൾ ജയൻ പറയുക, എൻ്റെ ദൈവമേ, ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അറബിയുടെ കൂട്ടായി പോയല്ലോ ഞാൻ, എന്തൊരു ശല്യമോ തള്ളേ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ജയനും അകത്തോട്ടങ്ങ് പോവുകയാണ്. കൊച്ചമ്മണിക്ക് അത് തീരെ അങ്ങോട്ട് ഇഷ്ടമായില്ല. കൊച്ചമ്മണി പറയും, ഒരു ജയേട്ടനും പ്രിയമോളും രണ്ടിനെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കൊച്ചമ്മണി ഫോൺ എടുത്ത് സംസാരിക്കുവാണ്. വലിയ അധികാരത്തിലാണ് നമ്മുടെ കൊച്ചമ്മണി സംസാരിക്കുന്നത്. ഞാനൊരു വിമാനത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എനിക്ക് ആദ്യം പോകേണ്ടത് ഗുളുഗുളു മണാലിയിലാണ്. അപ്പോഴെല്ലാം പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് കൊച്ചമ്മണി ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിയ സന്തോഷത്തോടെ നിൽക്കുവാണ്. റൂമിൽ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന വേണുവേട്ടൻ്റെ അടുത്തോട്ട് രാധമ്മ വന്നിട്ട് വേണുവേട്ട എന്നിങ്ങനെ സങ്കടത്തിൽ വിളിക്കുവാണ്. അത് കേട്ടിട്ട് വേണുവേട്ടൻ പറയാം, രാധേ, നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നീ ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മളൊരു ദുസ്വപ്നം കണ്ട് എല്ലാം ഒരു പേക്കിനാവാണെന്ന് കരുതിയാൽ മതി. കഴിഞ്ഞു പോയതൊക്കെ മറന്നുകള, അതൊക്കെ ഓർത്തിരുന്നാൽ പിന്നെ നമുക്ക് അതിനേ സമയം ഉണ്ടാകത്തുള്ളൂ. ഞാനേ തെറ്റ് എൻ്റെ ഭാഗത്ത് കൊണ്ടടി. എല്ലാ കാര്യത്തിലും നമ്മൾ തമ്മിൽ ഒരു ധാരണയുണ്ടായിരുന്നു. ജീവിതത്തിൽ നമ്മൾ രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ടേ ഒരു തീരുമാനം എടുക്കാറുണ്ടായിരുന്നുള്ളൂ. സരസ്വതി മേഡം വന്ന് രാജുവിനെ കൊണ്ട് ഋതികമോളെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് കേട്ട് സന്തോഷത്തോടെ അങ്ങ് വാക്ക് കൊടുത്തില്ലേ? അപ്പോഴത് ഞാൻ ചെയ്ത് തെറ്റല്ലേ? വാക്ക് കൊടുത്തിട്ട് നിന്നോട് ഞാൻ പറയുക പോലും ചെയ്തില്ല. നീയും എന്നോടൊന്നും തുറന്നു പറഞ്ഞില്ല. അതാണ് നമ്മൾക്കിടയിൽ പറ്റിയത്. രാധമ്മ പറയാ, വേണുവേട്ടൻ പറഞ്ഞത് ശരിയാണ്. പരസ്പരം എല്ലാം തുറന്നു പറയുന്ന നമ്മൾ ഇത് മാത്രം തുറന്നു പറഞ്ഞില്ല. അതായിരുന്നു വേണുവേട്ട ഇതിനെല്ലാം ആകെ കുഴപ്പം. അത് കേട്ടിട്ട് വേണുവേട്ടൻ പറയാ, എടി, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. അല്ലാതെ ഇതുപോലൊക്കെ മറച്ചു വെച്ചാൽ ഇതുപോലെയുള്ള പ്രതിസന്ധികളിൽ ചെന്ന് പെടും. എന്നാലും വേണുവേട്ട, ഞാൻ ഋതുമോളോട് അങ്ങനെ ഒന്നും പറയരുതായിരുന്നു എന്നും പറഞ്ഞ് രാധമ്മ വീണ്ടും സങ്കടപ്പെടുവാണ്. വേണ്ട, വീണ്ടും രാധേ, നീ അങ്ങോട്ട് തന്നെയാണല്ലോ ചെല്ലുന്നത്. ഇപ്പോഴല്ലേ പറഞ്ഞത്, കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞ്, ഇനി അത് ഓർത്ത് വിഷമിക്കരുതെന്ന്. ആ കൊച്ചു മനസ്സിലൊന്നും സൂക്ഷിക്കുന്ന ഒരു കുഞ്ഞല്ല, വെറും പഞ്ചപാവ.
സ്വന്തം അമ്മയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഋതുമോള്. അതുപോലെ തന്നെ ആടി രാധെ ഞാനും. നീ പിണങ്ങി നടന്നതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ കൊല്ലുന്നതിന് തുല്യമായിരുന്നു അതൊക്കെ. എനിക്ക് നിന്നോട് ഒരു അപേക്ഷയേ ഉള്ളൂ. ഈ കുടുംബത്തിനൊരു താളമുണ്ട്. ഞാനും നീയും രണ്ട് ശരീരവും ഒരേ മനസ്സുമായി നിൽക്കുമ്പോഴാ കുടുംബത്തിൽ സമാധാനവും സന്തോഷം. അതിനി വിട്ടുകളയരുത്. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല വേണുവേട്ട എന്ന് പറഞ്ഞിട്ട് രാധമ്മ പെട്ടെന്ന് കയ്യിൽ കരുതി വെച്ചിട്ട് ഒരു മോതിരം എടുത്ത് വേണുവേട്ടന്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. ഇത് പിറന്നാൾ സമ്മാനമാണ്. ഇത് വേണുവേട്ടൻ രാജുവിന് കൊടുക്കണം. അയ്യോ അങ്ങനെയല്ല രാധെ, പിറന്നാൾ സമ്മാനം നീ തന്നെ നേരിട്ട് രാജുവിന് കൊടുക്കണം. അപ്പോഴാണ് അവന് സന്തോഷമാകുന്നത്. അയ്യോ അത് വേണ്ട വേണുവേട്ട, നമ്മൾ അമ്പലത്തിൽ വെച്ച് ഒരു കാര്യം തീരുമാനിച്ചിട്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്. ആ ജയൻ്റെ അമ്മയെങ്ങാണെ ഇതെങ്ങാണം കണ്ടാലോ. അയ്യോ അത് ശരിയരാതെ, ഞാനതങ്ങ് മറന്നു. നീ ഇങ്ങ് തന്നേരെ. നീ തന്നതാണെന്നും പറഞ്ഞ് ഞാൻ രാജുവിൻ്റെ കയ്യിൽ കൊടുത്തോളാം. വേട്ട സന്തോഷത്തോടെ ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ട് രാധമ്മയോട് ചോദിക്കുന്നു, അല്ല ഇത് വാങ്ങിക്കാനുള്ള കാശ് എങ്ങനെ കിട്ടി? അതൊക്കെ ഞാൻ നുള്ളിപ്പെറുക്കി ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചിരുന്നതാ. അടുക്കളയിലും വെച്ചിട്ടുണ്ട് ചെറിയ ഒരു സമ്പാദ്യപ്പെട്ടി. വേണുവേട്ട സന്തോഷത്തോടെ രാധമ്മയോട് പറയുക, ഇത്തരം സമ്പാദ്യമൊക്കെ ഒളിച്ചു വെച്ചിരിക്കുന്നത് ഭർത്താവിനോട് പോലും പറയരുത്. കാരണം ഭർത്താവ് ഒരു ദരിദ്രവാസിയാണെങ്കിലോ. അത് കേട്ടിട്ട് നമ്മുടെ രാധമ്മ പറയാം, അന്ന് ആര് പറഞ്ഞു? എൻ്റെ ഭർത്താവ് ഒരു ദാരിദ്ര്യവാസി അല്ലല്ലോ. അന്തസ്സും അഭിമാനവും ഏറ്റവും വലിയ സമ്പത്തായിട്ട് കരുതുന്ന ആളല്ലേ. അതിലേറ്റവും അധികം അഭിമാനിക്കുന്നത് ഈ ഞാൻ തന്നെയാ. വേണുവേട്ടൻ പെട്ടെന്ന് ചിരിച്ചോണ്ട് പറയാം, അയ്യോ നമ്മൾ തമ്മിൽ പിണക്കമാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാ ഓർത്തത്. ചെല്ലി രാധമ്മ എളുപ്പം ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ രാധമ്മ ചിരിച്ചോണ്ടങ്ങ് പോവുകയാണ്. രാജുവും ഹൃദയം കൂടെ ഒരുങ്ങി എവിടെയോ പോകാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുവാണ്. അപ്പോൾ രാധമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. രാധമ്മയുടെ കൈക്ക് പിടിച്ചിട്ട് ഹൃദയ പറയുന്നു, രാധമ്മേ ഞങ്ങൾ പോയിട്ട് വരട്ടെ. രാധമ്മയും ഹൃതിയോടെ സ്നേഹത്തോടെ കൈക്ക് പിടിച്ചിട്ട് പറയുന്നു, ശരി മോളെ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ടിങ്ങനെ പരിസരത്തോട്ടൊക്കെ നോക്കുന്നുണ്ട്, ആരെങ്കിലും അത് കാണുന്നുണ്ടോ എന്ന്. രാധമ്മയും ഹൃതിയെ അങ്ങനെ ഒരു ആംഗ്യത്തിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടുകൊണ്ട് വേണുവേട്ടൻ വന്നിട്ട് ചോദിക്കുന്നു, ഇതെന്തുവാ പാവകളിയോ? പച്ചമണി അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, അല്ല ഇവിടെ ഒരു വലിയ വഴക്ക് കഴിഞ്ഞ ലക്ഷണമൊക്കെ കാണുന്നുണ്ടല്ലോ. അയ്യോ അതെങ്ങനെ മനസ്സിലായി ജയൻ്റെ അമ്മേ എന്നിങ്ങനെ വേണുവേട്ടൻ ചോദിക്കുമ്പോൾ കൊച്ചമ്മണി പറയുക, അതിന് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ഈ രാധമ്മയുടെ മോന്ത കണ്ടാ പോരെ, പടവലാതി കഷായം കുടിച്ച പോലെ. അത് കേട്ടിട്ട് ചിരിച്ചോണ്ട് വേണുവേട്ടൻ ചോദിക്കും, ആഹാ അപ്പം നിങ്ങൾക്ക് വൈദ്യം അറിയാം അല്ലേ? അത് കേട്ടോണ്ട് പ്രിയ എങ്ങോട്ട് വരുവാണ്. പ്രിയ പറയുക, ഇവർക്കറിയാൻ വയ്യാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ലച്ചാ. ഉടനെ കൊച്ചമ്മണി പറയാം, വേണ്ടേ എൻ്റെ അച്ഛനൊരു ഒന്നാന്തരം വൈദ്യനാ, കുമ്പക്കുടത്തിൽ അമ്പി വൈദ്യര്. കൊച്ചമ്മണി അങ്ങനെ പറയുന്ന കേട്ട അതിശയത്തോടെ നമ്മുടെ വേണുവേട്ടൻ ചോദിക്കുക, എന്തുവാ അമ്പി വൈദ്യരോ? അത് കേട്ടോണ്ട് ജയം പറയാം, ശരിയാ അമ്പി വൈദ്യര്. ഈ അമ്പി വൈദ്യരെ ഞാനും കണ്ടിട്ടുണ്ട്. അയാൾ ആർക്കൊക്കെ മരുന്ന് കൊടുക്കുന്നോ ആരെയൊക്കെ ചികിത്സിക്കുന്നോ അവർ മൂന്നാം പക്കം തന്നെ മരിക്കും. ഒടുവിൽ അങ്ങേരെ പോലീസ് വന്ന് കൊണ്ടുപോയി ജയിലിൽ കിടന്നാ ചത്തത്. അയ്യോ അതെന്തിനാ എന്നിങ്ങനെ വേണുവേട്ടൻ ചോദിക്കുമ്പോൾ ജയം പറയുക, ഈ വിപ്ലവാരിഷ്ടം എന്ന പേരിലെ ചാരായം വാറ്റിയതിന്. ആഹാ അപ്പോൾ ഇവരുടെ തന്തയൊരു ഒന്നാന്തരം വാറ്റുകാരനായിരുന്നു അല്ലേ എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുവാണ് നമ്മുടെ വേണുവേട്ടൻ. കൊച്ചമ്മണി രാജുവിനെ ഹൃതിയെ നോക്കിയിട്ട് പറയുന്നു, അല്ല നിങ്ങളിതെവിടെ പോവുക? എന്താ കൃതികയെ കേട്ടില്ലയോ? ഞാൻ കൃതികയോടാ ചോദിച്ചത് എന്ന് പറയുമ്പോൾ രാജുവിന് ദേഷ്യം വരുന്നു. രാജു പറയാ, കൃതികയെന്നും അംബികയെന്നും ഒന്നുമല്ല, ഋതിക എന്ന് വേണം വിളിക്കാൻ. കൊച്ചമ്മണി പറയാം, ഇതൊക്കെ പറയുമ്പോഴേ എൻ്റെ നാക്കൊക്കെ ചിലപ്പോൾ ഉളുക്കും. ഒരുമാതിരി പേരിട്ടേക്കുന്ന് കൃതിക, വല്ല ലതികയെന്നോ അംബികയെന്നോ വല്ല ഇടാനുള്ളതിന്. പ്രിയയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ തള്ളയുടെ വർത്തമാനം. പ്രിയ പറയാ, ഈ വിധ കോടാലികളോടൊക്കെ എന്തു പറയാനാ? ഋതിക ഉടനെ കൊച്ചമ്മണിയോട് പറയാ, വല്യമ്മേ ഇന്ന് രാജുവിൻ്റെ പിറന്നാളല്ലേ, ഞാനും രാജു കൊണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുക. അയ്യടാ മന്ത്രി സാറ് വിളിച്ചത് എല്ലാവരും കൂടെ ചെല്ലാനല്ലേ പറഞ്ഞത്? നിങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങനെ കുറ്റിയടിച്ച പോലെ നിൽക്കുന്നത്? എളുപ്പം റെഡിയാവും, നമുക്കൂടെ പോകാം. ഓ നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, ലോകം മുഴുക്ക നടന്ന് എന്നെ അങ്ങ് നാറ്റിക്കണം എന്ന് ജയൻ പറയുക. അതേടാ എനിക്ക് പോകണം, എനിക്ക് വിദ്യാഭ്യാസ മന്ത്രിയോട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ജയൻ പറയാം, മര്യാദയ്ക്ക് നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയാനെങ്കിലും പഠിക്കും, പിന്നെ മതി നിങ്ങളുടെ ഡിസ്കഷൻ. എനിക്കും പോകണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കേട്ടിട്ട് രാധമ്മ പറയാം, തൽക്കാലം ഇവിടുന്ന് അവർ മാത്രമേ ഇവിടുന്ന് പോകുന്നുള്ളൂ, വേറെ ആരും പോകുന്നില്ല. ഓഹോ മേൽക്കോടതി വിധി വന്നല്ലോ, ഇനി ഇവിടെ നിന്ന് ചിണുങ്ങിയിട്ട് ഒരു കാര്യമില്ല എന്നിങ്ങനെ കൊച്ചമ്മണി പറയുക. കൊച്ചമ്മണി വലിയ ഗൗരവത്തിൽ ഹൃതിയെ നോക്കി പറയുക, എന്നാലേ കൃതിക പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യ്, എൻ്റെ കുറേ തുണികളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് കഴുകി വിരിച്ചിട്ട് പോയാൽ മതി. കൊച്ചമ്മയുടെ ആ അഹങ്കാര വർത്തമാനം കേട്ടിട്ട് എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. രാജു ദേഷ്യത്തോടെ പറയാ, നിങ്ങളുടെ തുണി കഴുകലൊന്നും അല്ല എൻ്റെ ഭാര്യയുടെ ജോലി, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കളിയാ എന്ന് ജയൻ പറയുമ്പോൾ കൊച്ചമ്മണി പറയാ, ജയ നീ മിണ്ടരുത്, നീ മിണ്ടിയാൽ നിന്റെ കഥയ്ക്കിന്ന് കർട്ടൻ വീഴും.
എന്തൊക്കെ പറഞ്ഞാലും കൃതിക എൻ്റെ തുണി കഴുകിയിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയുമ്പോൾ അച്ഛ എന്നിങ്ങനെ വിഷമത്തോടെ രാജു വിളിക്കുന്നു. അപ്പോൾ രാധമ്മ കണ്ണ് കാണിക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ല ഹൃതികയ്ക്കും രാജുവിനും. പെട്ടെന്ന് വേണുവേട്ടന് മനസ്സിലായി. അവിടെ ഒരു ബക്കറ്റിൽ കൊച്ചമ്മയുടെ തുണിയെല്ലാം നേരത്തെ തന്നെ രാധമ്മ കഴുകിയോടെ വെച്ചിട്ടുണ്ട്. അതാണ് കണ്ണുകൊണ്ട് കാണിച്ചത്. വേണുവേട്ടൻ ദേഷ്യത്തോടെ പറയുക, ദാണ്ടേ നിങ്ങൾ ആജ്ഞാപിക്കാനും അനുസരിപ്പിക്കാനും ഒന്നും ഉള്ളതല്ല സൂര്യമംഗലം രാജകൊട്ടാരത്തിലെ ഹൃതികാവർമ്മ. എന്നാലും ചാകാൻ പോകുന്ന ഒരു കിളവി എന്ന പരിഗണന ആ കൊച്ചു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദാണ്ട് ഈ കുഞ്ഞുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് നോക്കിക്കേ, നിങ്ങളുടെ ആ കൂറ തുണികളൊക്കെ കഴുകി ദാണ്ട് ആ ബക്കറ്റിൽ വെച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് അതൊക്കെ പോയി വിരിച്ച് ഉണക്കിയെടുത്തോണം. ഒരുപാട് ഇവിടെ കിടന്ന് വിളയല്ലേ, അതിന് അച്ഛൻ എന്തിനാ ഇങ്ങനെ ചൂടാകുന്നത് എന്നും പറഞ്ഞ കൊച്ചമ്മണി അങ്ങനെ പോവുകയാണ് ആ തുണി വിരിക്കാനായിട്ട്. കൊച്ചമ്മണി അങ്ങനെ തുണി വിരിക്കുന്ന കണ്ടോണ്ട് ജയൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറഞ്ഞപ്പോൾ ദാണ്ട് അവർക്ക് മനസ്സിലായത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ജയൻ പ്രിയയെ വിളിച്ചോണ്ട് അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ഹൃതിക ഇങ്ങനെ പതുക്കെ രാധമ്മയോട് പറയുന്നു, രാധമ്മേ ഞങ്ങൾ പോയിട്ട് വരട്ടെ. അപ്പോൾ രാധമ്മയും പോയിട്ട് വാ മോളെ എന്നിങ്ങനെ പതുക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൊച്ചമണി അവരെ ശ്രദ്ധിക്കുന്ന കണ്ടുകൊണ്ട് രാധമ്മ പെട്ടെന്ന് അകത്തോട്ടങ്ങ് പോവുകയാണ്. അപ്പോൾ വേണുവേട്ടൻ രാജുവിന്റെ കയ്യിലോട്ട് ആ മോതിരം കൊടുത്തിട്ട് പറയുന്നു, എടാ ഇത് നിന്റെ അമ്മ തന്നതാണ് നിനക്ക് പിറന്നാൾ സമ്മാനമായിട്ട്. രാജുവിന് ഹൃതിയയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണും നിറയുവാണ്. രാധമ്മയും സന്തോഷത്തോടെ ഇങ്ങനെ കണ്ണും നിറഞ്ഞു നോക്കുവാണ് അവരെ. രാധമ്മ കൊടുത്ത ആ മോതിരം അങ്ങനെ വേണുവേട്ടൻ രാജുവിന്റെ വിരലിലോട്ട് അണിയിച്ചു കൊടുക്കുവാണ്. അതുകൊണ്ട് അത് കണ്ട് സന്തോഷത്തോടെ രാധമ്മ ഇങ്ങനെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. രാജുവിന് വളരെ സന്തോഷമായിട്ട് രാജു ആ മോതിരത്തിന് മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ അച്ഛാ എന്ന് പറയുമ്പോൾ വേണുവേട്ടൻ പറയുന്നു, പോയിട്ട് വാ മക്കളെന്ന്. രാധമ്മയെ നോക്കുമ്പോൾ രാധമ്മയെ സന്തോഷത്തോടെ ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. അങ്ങനെ രാജുവും ഹൃതികയെ അവിടുന്ന് പോവുകയാണ്. രുക്മിണിയെ കൊണ്ട് ഹരീഷ് വീട്ടിലോട്ട് വന്നിരിക്കുവാണ്. എന്നിട്ട് വീടിന്റെ വാതൊക്കെ വന്നപ്പോൾ ഹരീഷ് പറയുന്നു, അമ്മയെ ഇറങ്ങിക്കോ. എന്താ മോനെ നീ അകത്തോട്ട് വരുന്നില്ല? ഇല്ല, നിനക്ക് രമ്യ ഒന്ന് കാണണ്ടേ, അവളുടെ വിശേഷങ്ങളൊക്കെ നിനക്കൊന്ന് അറിയണ്ടേ, അവൾക്ക് എന്ത് വിശേഷമാണുള്ളത്? അപ്പോൾ ഹരീഷ് ഞാൻ നിന്നോട് ചോദിച്ച ചോദ്യത്തിന് യാതൊരു മാറ്റവും ഇല്ലല്ലേ? അപ്പോൾ ഹരീഷിൻ്റെ ഫോണിലോട്ടൊരു ഫോൺ കോൾ വരുന്നുണ്ട്. അല്ല ഇത് ലത ചേച്ചിയാണല്ലോ എന്ന് പറയുമ്പോൾ രുക്മിണി ചോദിക്കുന്നു, ലത ചേച്ചി അതാരാ? അത് ഞാനില്ലാത്തപ്പോൾ ശ്രീകുട്ടിയെ നോക്കുന്നതാണ്. ആ പറ ചേച്ചി എന്താ വിശേഷം? കൺഗ്രാജുലേഷനോ? എന്താ ലത ചേച്ചി പറയുന്നത്? ഒരു കാര്യമില്ലാതെ ഞാൻ അങ്ങനെ കൺഗ്രാജുലേഷൻ പറയുമോ ഹരീഷേ? ഇവിടെ ഒരു വിശേഷം ഉണ്ടായി. എന്ത് വിശേഷമാണ്? അതെ, ശ്രീലക്ഷ്മിക്ക് ഒരു തലകറക്കം ഉണ്ടായി. ഹരീഷ് പെട്ടെന്ന് പേടിച്ചിട്ട് അയ്യോ എന്നിട്ട് എന്ന് പറയുമ്പോൾ ലത പറയുന്നത് പേടിക്കാനൊന്നുമില്ല, സന്തോഷിക്കാനുള്ള കാര്യമാണുള്ളത്. ഞാനിവിടെ അടുത്തുള്ള മെഡിക്കൽ സെന്ററിലോട്ട് ശ്രീയെ ഒന്ന് കൊണ്ടുപോയി. ശ്രീക്ക് വിശേഷമുണ്ടെന്നോ? അതേ ഹരീഷേ, ഹരീഷ് ഒരു അച്ഛനാകാൻ പോകുന്നു. സന്തോഷത്തോടെ ഹരീഷ് ലതയോട് പറയാം, താങ്ക് യു ചേച്ചി, ഞാനൊരു 10 മിനിറ്റിൽ അവിടെ എത്താം എന്നിങ്ങനെ പറയുന്നത് കേട്ടുണ്ട്. രുക്മിണി ചോദിക്കുന്നത്, എന്താ നിനക്ക് ഇത്ര സന്തോഷം? എന്താ ലോട്ടറി വല്ലതും അടിച്ചോ? അമ്മയുടെ ക്യാരക്ടർ വെച്ച് നോക്കിയാൽ ഇതൊക്കെ എനിക്ക് അറിയാവുന്നതേ ഉള്ളൂ. അമ്മ ഒരു അമ്മുമ്മയാകാൻ പോകുന്നെന്ന്. അത് കേട്ട് വലിയ സന്തോഷത്തോടൊക്കെ നിൽക്കുവാണ് രുക്മിണി. എന്നാൽ അമ്മ ഞാൻ ഉടനെ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് ഹരീഷ് പോകുമ്പോൾ രുക്മിണി വലിയ ദേഷ്യത്തോടെ പറയുവാണ്, ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. എൻ്റെ മകളുടെ ജീവിതവും എൻ്റെ മകൻ്റെ ജീവിതവും ആ തെണ്ടിക്കൂട്ടങ്ങൾ തകർത്തു. ഒരു ഗതിയും പരഗതിയില്ലാത്ത അലവലാദികൾ. അവളുടെ വയറ്റിലങ്ങനെ എൻ്റെ മകൻ്റെ കുഞ്ഞ് വളരാൻ ഞാൻ അനുവദിക്കത്തില്ല. അവളെ കളഞ്ഞിട്ട് അവൻ എൻ്റെ കൂടെ വരണം, ഇല്ലെങ്കിൽ ഞാൻ അവനെ വരുത്തും എന്നും പറഞ്ഞ് രുക്മിണിയോട് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയത്ത് രാധമ്മയുടെ ഫോൺ റിങ് ആകുന്നുണ്ട്. പ്രിയയും ജയനും നോക്കുമ്പോൾ ഇത് അമ്മയുടെ ഫോണാണല്ലോ, ഈ ഫോൺ വെച്ചിട്ട് അമ്മ ഇതെവിടെ പോയി എന്ന് പറയുമ്പോൾ രാധമ്മ അങ്ങോട്ട് വരുവാണ്. അല്ല, ശ്രീമോളാണല്ലോ വിളിക്കുന്നത്, എന്താ പ്രിയ നീ ഫോൺ എടുക്കാഞ്ഞ്? അയ്യോ ശ്രീമോളാണെന്ന് ഞാൻ അറിഞ്ഞില്ലമ്മേ. എന്താ മോളെ, എന്താ വിളിച്ചത്? അപ്പോൾ ശ്രീലക്ഷ്മി പറയുന്നു, അമ്മ ഇവിടെ ഒരു വിശേഷമുണ്ട്, അത് പറയാനാ. വിശേഷമോ? എന്തുവാ മോളെ പറയുന്നത്? എൻ്റെ അമ്മ എന്തൊരു മണ്ടിയാ. അമ്മ ഞാനൊരു അമ്മയാകാൻ പോവാന്ന്. അയ്യോ എൻ്റെ ചക്കരെ എന്നും വിളിച്ച് സന്തോഷത്തോടെ രാധമ്മ അങ്ങ് സന്തോഷിക്കുവാണ്. പെട്ടെന്ന് വേണുവേട്ടാന്നിങ്ങനെ സന്തോഷത്തെ വിളിക്കുവാണ്. അപ്പോൾ പ്രിയയും ജയനും ഇങ്ങനെ നോക്കുക. എന്താടി നീ ഇങ്ങനെ നോക്കുന്നത്? അല്ല അമ്മ അച്ഛനെ വിളിക്കുന്നത് കേട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പിണക്കമൊക്കെ പോയോ? അത് ഞാൻ ഓർത്തില്ല. ഒരു സന്തോഷ വാർത്ത കേട്ടപ്പോൾ അതെല്ലാവരെയും ഒന്ന് അറിയിക്കണം എന്നുള്ളൊരു വെപ്രാളമായിപ്പോയി. എന്താ അമ്മ സന്തോഷ വാർത്ത? അപ്പോഴേക്കും വേണുവേട്ടൻ അങ്ങോട്ട് വരുന്നത്. എന്തിനാ എന്നെ വിളിച്ച്? ആര് വിളിച്ചെന്നാ? ഒരു സന്തോഷ വാർത്തയുണ്ട്, അതെല്ലാവരോടും ഒന്ന് പറയണമെന്ന് തോന്നി എന്നിങ്ങനെ ഒരു ഗൗരവമൊക്കെ അഭിനയിച്ച് നമ്മുടെ രാധമ്മ പറയുവാണ്, ശ്രീലക്ഷ്മിക്ക് വിശേഷമുണ്ട്, അവൾ അമ്മയാകാൻ പോകുന്നു, നമുക്ക് ഉടനെ തന്നെ ഇപ്പോൾ അവളെ കാണാൻ പോകണം. അത് കേൾക്കുമ്പോൾ പ്രിയയ്ക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. എന്നാൽ നിങ്ങൾ രണ്ടുപേരും അകത്ത് പെട്ടെന്ന് റെഡിയായി വാ എന്ന് വേണുവേട്ടനും പറയുന്നുണ്ട്. രാധമ്മയും പ്രിയയും കൂടെ അങ്ങനെ റെഡിയാകാനായിട്ട് അകത്തോട്ട് പോകുമ്പോൾ കൊച്ചമ്മണി പറയുക,
ഈ സന്തോഷം ഒന്ന് പങ്കുവെക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു വലിയ ഹോട്ടലിൽ പോയി മട്ടൻ ചപ്സും കോഴി സൂപ്പും ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിന്റെ പെണ്ണും പിള്ളയുടെ ഒരു നോട്ടം കണ്ടില്ലേടാ. രുക്മിണിയുടെ വംശത്തിലെ ഒരു കൊച്ചു കുരുപ്പാ ജനിക്കാൻ പോകുന്നത്. ഇവള് ഗർഭിണിയാണെന്നൊക്കെ അറിഞ്ഞാലേ ആ രുക്മിണി കൈക്കോടാലി എടുക്കും. എൻ്റെ തള്ളയെ അവരെന്തെങ്കിലും എടുത്തോട്ടെ, നിങ്ങൾ തൊള്ള തുറക്കാതിരുന്നാൽ മതി എന്നും പറഞ്ഞ് ജയനങ്ങ് പോവുകയാണ്. കൊച്ചമണി ആലോചിക്കുവാണ് ഇനി എന്താണ് നടക്കാൻ പോകുന്നത്. രുക്മിണി ഏതായാലും ചുമ്മാതിരിക്കത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും രുക്മിണി ശ്രീലക്ഷ്മിയുടെ വയറ്റിൽ ഹരീഷിൻ്റെ കുഞ്ഞിന് വളരാൻ അനുവദിക്കത്തില്ല. എന്തെല്ലാം അവൾ ചെയ്യാൻ പറ്റൂ അതെന്തായാലും അവൾ ചെയ്തിരിക്കും. രാധമ്മയുടെയും രാജുവിൻ്റെയും ഋതികയുടെയും വേണുവേട്ടൻ്റെയൊക്കെ കൃത്രിമമായ അഭിനയം എത്ര നാൾ നീണ്ടു നിൽക്കും, അതൊക്കെ എപ്പോഴാണ് പൊളിയുന്നത് എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.